വെനീസ്വലയും ഇറാനെയും ആക്രമിക്കുന്നതിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വായിക്കേണ്ടിയിരുന്ന ഒരു പുസ്തകം ഏതാണെന്ന് പറയാമോ? രാജ്യങ്ങൾ തമ്മിൽ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്? അത് അതിർത്തികൾ കൈയടക്കാനോ, എണ്ണ കൈക്കലാക്കാനോ, അതോ വെറും അധികാര പ്രകടനത്തിനോ? പരസ്പര സഹകരണത്തിൽ കഴിയുന്ന ഇന്നത്തെ ലോകത്ത് നമ്മുടെ പ്രഭാത ചായയും സ്മാർട്ട് ഫോണും കാർ എഞ്ചിനും പാചകവാതകവും 4 വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിൽ നിന്നാണ് എത്തുന്നത്. അങ്ങനെയെങ്കിൽ 2 രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ യഥാർത്ഥത്തിൽ ആരാണ് ജയിക്കുന്നത്? ഇതിന്റെ ഉത്തരം ഒന്നാം ലോകമഹായുദ്ധത്തിന് ഏകദേശം 5 or 6 വർഷങ്ങൾക്ക് മുമ്പ് ചിന്തകനായ നോർമൻ ഏഞ്ചൽ ദി ഗ്രേറ്റ് ഇല്യൂഷൻ എന്ന പുസ്തകത്തിൽ നൽകിയിട്ടുണ്ട്. ലോക സമ്പദ് വ്യവസ്ഥകൾ അത്രമേൽ ഇഴപിരിയാത്തവണ്ണം ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ആധുനിക കാലത്തെ യുദ്ധങ്ങൾ സങ്കല്പിക്കാൻ കഴിയാത്ത തകർച്ചയാണ് കൊണ്ടുവരിക എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ നിരീക്ഷണത്തിനാണ് 1933 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒരു സൈനിക ആക്രമണവും ആക്രമണകാരിക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി കൊടുക്കുന്നില്ല. ഒരു അയൽരാജ്യത്തെ ആക്രമിക്കുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് അല്ലെങ്കിൽ നശിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട വിപണിയാണ്. 1914 വ്യാപാര തകർച്ച നിലവിൽ പശ്ചിമേഷ്യയിലെ ഇന്ധന വില വർധനവും വരെ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. കനത്ത ബാധ്യത വരുത്തി വെച്ചാണ് ഓരോ യുദ്ധവും അവസാനിക്കുന്നത്. അതിനാൽ സമാധാനം എന്നത് ഒരു ധാർമ്മികത മാത്രമല്ല, മറിച്ച് ഒരു സാമ്പത്തിക അനിവാര്യത കൂടിയാണ്. ലളിത ധനശാസ്ത്ര പാഠത്തിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി മറ്റൊരു വിഷയവുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.